നമ്മൾ വാട്സാപ്പിൽ നല്ല നല്ല പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്ത് വെക്കാറുണ്ടല്ലേ. നമ്മൾ ഒരാൾക്ക് കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് ആരെങ്കിലും കോൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ആണ് അവർക്ക് കാണാൻ സാധിക്കുക. എന്നാൽ സാധാരണ കോൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ തന്നെയായിരിക്കും നമ്മളെ ഇങ്ങോട്ട് കോൾ ചെയ്യുന്നവർക്കും നമ്മൾ അങ്ങോട്ട് കോൾ ചെയ്യുന്നവർക്കും കാണാൻ സാധിക്കുക. ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കോണ്ടാക്റ്റ് എടുക്കുക. അതെവിടെ കോണ്ടാക്റ്റ് കാണുന്നുണ്ടല്ലോ, കോണ്ടാക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേരോട് കൂടിയ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുക. ഇവിടെ ക്രിയേറ്റ് പ്രൊഫൈൽ കാർഡ് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗാലറിയുടെ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പ്രൊഫൈൽ ഫോട്ടോ ആണ് നിങ്ങൾക്ക് വെക്കേണ്ടത് ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഫോട്ടോ. ഓക്കെ, ഇവിടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. മുകളിൽ നമ്മുടെ പേരും വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ പോർട്രേറ്റ് സ്റ്റുഡിയോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കോമിക്, അതുപോലെ തന്നെ വാട്ടർ കളർ, സ്കെച്ച്, 3D കാർട്ടൂൺ ഒക്കെ കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ടുള്ള ഫോണ്ടുകൾ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ ബാക്ക് വന്നിട്ട് ഇവിടെ എഫക്റ്റ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന് ഏത് എഫക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഇതുപോലെ സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുമ്പോൾ എഫക്റ്റുകൾ മാറും ഇതുപോലെ. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ പ്രീവ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർക്ക് കാണിക്കുന്നത് അതിവിടെ കൃത്യമായിട്ട് കാണിച്ചു തരും. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ മുകളിൽ ഡണ്ണ് കൊടുക്കുക. ഇപ്പോൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി മുകളിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ കാർഡ് ആൻഡ് പിക്ചർ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഷെയർ പ്രൊഫൈൽ കാർഡ് എന്ന ഭാഗം ഓണിലാണെന്ന് നോക്കുക. ഷെയർ വിത്ത് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് എവരി വൺ ആക്കി കൊടുക്കുക. കോൺടാക്റ്റ് ഓൺലി ആണ് നിങ്ങൾ ആക്കി കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എവരി വൺ ആക്കി കൊടുക്കുക. ഓക്കെ, ഇത്രയും ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. എന്നിട്ട് ഈ ഒരു മൊബൈലിലേക്ക് ഞാൻ ഇവിടെ നിന്നും കോൾ ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ കോൾ ചെയ്യാണ്. ഇതിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. കൃത്യമായിട്ട് ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഫോണ്ട് വരെ ഞാൻ സെലക്ട് ചെയ്ത ഫോണ്ടിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു മൊബൈലിൽ നിന്നും എൻ്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. ഓക്കെ, എന്നിട്ടും ഇവർക്ക് എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കണമല്ലോ. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ വന്നിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് കോൾ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ ആണ് അവർക്ക് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് മറ്റൊരു മൊബൈലിൽ നോക്കിയാലോ. ഇപ്പോൾ ഈ രണ്ട് മൊബൈലിലും കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മറ്റൊരു മൊബൈലിൽ ഇതിൽ നിന്നും കോൾ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു മൊബൈലിലേക്ക് കണ്ടോ, ഈ മൊബൈലിലേക്കും കൃത്യമായിട്ട് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മൊബൈലിൽ നിന്നും ഞാൻ ഈ കോള് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എൻ്റെ മൊബൈലിലേക്ക് ഈ ഒരു മൊബൈലിൽ നിന്നും വിളിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാമല്ലോ. ഇപ്പോൾ എൻ്റെ നമ്പറിലേക്ക് ഞാനിതാ ഇവിടുന്ന് വിളിക്കുകയാണ്. ഇത് കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ മൊബൈലിൽ നിന്നും വിളിക്കുകയാണ്. കണ്ടോ, എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ കൃത്യമായിട്ട് അവർക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് ഫോട്ടോ ആണ് സെറ്റ് ചെയ്തത് അത് ഞങ്ങൾ വിളിക്കുന്നവരെയും കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർക്കും നമ്മൾ സെറ്റ് ചെയ്ത ഫോട്ടോ ആണ് കാണിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളും സെറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതുപോലെ നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഐഫോണിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ അവർക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thanks for watching. Bye bye.